ഈശോയിലെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി അർപ്പിക്കാനായി തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാധികങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ദൈവാനുഗ്രഹത്തിനു വേണ്ടി ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിനക്കരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധനെ ഓർമ്മയാദരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കാം. ആമേൻ.
അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ക്രോധത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞുടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം ശ്രദ്ധിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും ക്രാന്തയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കാം. ആമേൻ. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധകൾ സഭ്യതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തോളം എപ്പോൾ ഞങ്ങളെ കടാശിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനമുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തന്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അവസാനമായി സഹോദരരെ, കർത്താവിന്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും.
തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി മനസ്സുകളോ നിറയുന്നു മാനവരോ ഉണരുന്നു ആനന്ദത്താലിന്നു പാടിടുവിൻ ആമോദത്താലിന്നു വാഴ്ത്തിടുവിൻ ആനന്ദത്താലിന്നു പാടിടുവിൻ ആമോദത്താലിന്നു വാഴ്ത്തിടുവിൻ തിരുവചനം പകരാനാ തിരുനാഥൻ വരവായി തിരുവചനം ഉണർവേകും ഹല്ലേലൂയ തിരുവചനം പ്രഭ ചൊരിയും ഇന്നീ മനസ്സുകളിൽ തിരുവചനം ഉണർവേകും ഹല്ലേലൂയ തിരുവചനം പ്രഭ ചൊരിയും ഇന്നീ മനസ്സുകളിൽ. നമുക്ക് ശ്രദ്ധാപൂർവ്വം സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13, 20 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ വിട്ടുകൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിതരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിന്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവദിച്ചു, അപ്പകഷ്ണമൊക്കെ ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബുദ്ധൻ മടങ്ങിപ്പോകുമ്പോൾ ബുദ്ധന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദൻ അവനോട് പറഞ്ഞു, അങ്ങ് എന്താണ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? ബുദ്ധൻ ഒരു നിമിഷം മൗനമായിട്ട് നിന്നു. എന്നിട്ട് ആനന്ദനെ നോക്കി പ്രകാരം പറഞ്ഞു, ആനന്ദ, എല്ലാവർക്കും ആവശ്യം എൻ്റെ അങ്കിയാണ്. നിനക്ക് ഞാൻ എൻ്റെ മഞ്ച നൽകുന്നു. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് എൻ്റെ അങ്കിയായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ മഞ്ച മാറ്റി വെച്ചിരിക്കുന്നു. എല്ലാ കാലങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും താല്പര്യം ഗുരുക്കന്മാരുടെ അങ്കിയാണ്. അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ടുള്ള അങ്കി. കുറെ കൂടെ തന്നോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് ഗുരുവിന്റെ മഞ്ച എന്ന് പറയുന്നത്. സുവിശേഷം നമുക്ക് കാണുക, യേശു പലപ്പോഴും ഒരു ചെറിയ അജഗണത്തെ രൂപപ്പെടുത്തുന്നതായിട്ടാണ് ചിലയിടങ്ങളിൽ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് ഇപ്രകാരം വിളിക്കുന്നു, എൻ്റെ ചെറിയ അജഗണമേ. വളരെ പേര് അവിടുത്തെ കേട്ടിരുന്നു, വലിയ സമൂഹമായിട്ട് കേട്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തില് 5000 പേരെ തീറ്റിപ്പോറ്റിയതിനെ കുറിച്ചും സ്ത്രീകളും കുട്ടികളെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വലിയ ഒരു സമൂഹം യേശുവിനെ പിന്തുടരുന്നു. എന്നിട്ടും കൂട്ടിക്കുറിച്ച് ഹരിച്ചു കഴിയുമ്പോൾ എത്ര പേർ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, എത്ര കാലം ഇവര് അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്രകാരം അവനോട് ചേർന്ന് നിന്ന വളരെ ചെറിയ അജഗണത്തെ വിളിക്കുന്ന പേരാണ് എൻ്റെ ചെറിയ അജഗണമേ എന്നുള്ളത്. ക്രിസ്തു എപ്പോഴും ഒരു ചെറിയ അജഗണത്തെ തിരയുന്നുണ്ട്. തന്റെ നെഞ്ചോട് ചേർന്നിരിക്കുവാനായി, വശത്തിലേക്ക് ചേർത്ത് നിർത്തുവാനായി ഒരു യോഹന്നാനെയും, പാദപത്മങ്ങളിൽ ഭജനമിരിക്കുവാൻ ഒരു മേരിയെയും ഒക്കെ അവിടുന്ന് തിരയുന്നുണ്ട്, കണ്ടെത്തുന്നുമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
നീ തിരയുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ആ ചെറിയ അഞ്ചുഗണത്തിന്റെ ഭാഗമാകുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. നിന്റെ അങ്കി വേണ്ട, മറിച്ച് നിന്റെ മനുഷ്യയോട് ചേർന്ന് ഇരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. വലിയ അഞ്ചുഗണത്തിന്റെ ഭാഗമല്ല, മറിച്ച് നിന്റെ ചെറിയ അഞ്ചുഗണത്തിന്റെ ഭാഗം എന്നെ കൂടി ആക്കണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് സുരക്ഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ നിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആർഞ്ഞേരെയും ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായി മിശിഹായെ, നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലതുഭാഗത്താണ് നിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷം സാക്ഷികളാവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായ പ്രേക്ഷിത ബല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും ദേഷ്യത്തോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാനും തന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതങ്ങളെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുറസ്സുകയും ചെയ്യട്ടെ. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ തേടുവാനായി വന്നിടുന്നു. എന്നെയും എന്നെ സർവസ്വവും യേശുവേ അങ്ങേ ചേർത്തിടുന്നു. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ കർത്താവേ, ആസ്വദിക്കണമേ എന്റെ സഹോദരങ്ങളെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണത വേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാവുന്ന ദൈവരേശങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യത്താൽ യോഗ്യരാക്കി
അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ ബൗദ്ധമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അന്തരങ്ങളും സ്തുതിയും എല്ലാ നാമങ്ങളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്നുള്ള ലോകത്തെയും അവസ്ഥകളത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോദരങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരും സാപ്പന്മാരും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ നേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ സ്വർഗ ചെയ്യാൻ ഭൂമിയോട് തിരശക്തനായി മാറുമ്പോൾ ഈശോ നമുക്ക് പ്രാർത്ഥിക്കുകയും ഈശോയെ നിന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനസ്സോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ഒച്ചകടത്തിന്റെ ഭാഗമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. വലിയൊരു സമൂഹവും നിന്നോട് ചേർന്ന് നിൽക്കുമ്പോഴും അതിലുപരിയായി എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ചെറിയ ജഗണം അതിൻ്റെ ഭാഗമാക്കി എന്നെയും മാറ്റണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശിയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത്
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ. സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാരം സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങൾ സഭയുടെ മേൽദശം പിതാവുമായ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടി, ആന്റണി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. സ്നേഹന്മാരുടെയും രക്തസാക്ഷിയുടെയും ഭക്തരുടെയും ബഹുമാനത്തിന് വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും രോഗികളുമാകുലമായ സകലർക്കും വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. ഓരോരുത്തരെയും കുടുംബങ്ങളെന്ന് മരിച്ചുപോലുള്ള സകലർക്കും വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ വിമോചനത്തിന് വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. രോഗിയുടെയും സമാശ്വാസത്തിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി, വളരെ പ്രത്യേകമായി കോവിഡ് ബാധിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി, ഇവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി, പ്രതിരോധ പ്രവർത്തനം ഏർപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി, അപകടകരമായ സാഹചര്യം ജോലി ചെയ്യേണ്ടി വരുന്ന സകലർക്കും വേണ്ടി, രോഗകർശനമായ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന കൃപ ലഭിക്കപ്പെടുന്നതിനു വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. വിവിധ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യർക്കും വേണ്ടി, വളരെ പ്രത്യേകമായി തൊഴിൽ മേഖലകളിലും പഠന മേഖല പ്രതിസന്ധിയിലായിരിക്കുന്ന സകലർക്കും വേണ്ടി, വിവിധ പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. പഠനത്തിനും ജോലിക്കുമായി നിങ്ങളുടെ ഭവനങ്ങൾ വിദൂരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങയുടെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി, വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധമ്മയുടെയും ആദിസ്ഥം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി നിന്റെ ദാസ കൃപാനിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. യുദ്ധങ്ങൾ കടന്നപ്പെടുത്തുകയും പാപങ്ങളുടെ വാദനത്തിനും മനുഷ്യരുടെ പ്രത്യാശിക്കുന്നതിനെ പ്രതിപ്പെടുത്തി എല്ലാവരും വന്നിച്ച സ്വർഗരാജ്ഞമായ ജീവിതത്തിനും കാരണമായിട്ടേ. സജീവവും പരിശുദ്ധവും ദൈവമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം ഞങ്ങളോട് തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ ഓരോരുത്തരും തീർത്തും അയോഗ്യരാകുന്നു. ഞങ്ങളെ സുദീർഘവും പരിശുദ്ധവും ദൈവമായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ സ്വാമിസഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗം നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. വിമർശിക്കുന്നവർ മരിക്കുകയില്ല. പാപബോധനം
രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ, ആരാധ്യമേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിൻ എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ, ആരാധ്യമേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഒരു നിമിഷം കണ്ണുകളുടേക്ക് ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ദൈവത്തിന്റെ വർണ്ണ വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവിമോഹത്തിന്റെ അച്ചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവരുടെ പടവാളം സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി അങ്ങയുടെ ശരീര രക്തങ്ങൾ തരുന്ന വിശ്വായി നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിതാവിശ്വാസഭാവം ഇടത്തെ കാലത്ത് നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗ്ഗീയം ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. രക്തം കടപ്രതിക്കും പാഠപാഠത്തിന് കാരണമാകട്ടെ.
ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. അവന്റെ നാമത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനും ജീവിക്കുന്നതുമായ ദൈവമേ, വിശുദ്ധരുടെ ഭാവനത്തെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവേ, ശംസികളുടെ തിരുശക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി ഞങ്ങളുടെ കാരണേത്രയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗതല വിശുദ്ധ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യം ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായി എന്റെ ഉത്ഥാനത്തിന് മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടുകൂടെ സഭയെ തന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ നാം കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കാം. ആമേൻ. രക്തസാക്ഷിയുടെയും ഭക്തരുടെയും മറ്റു വിശുദ്ധരുടെയും മഹനീയ മാതൃക വഴി നമ്മെ ധന്യരാക്കി മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പ്രേക്ഷിത ചൈതന്യം ഞങ്ങളെ നിലനിൽക്കട്ടെ. അവിടുത്തേക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച സ്നേഹന്മാർ ഞങ്ങൾക്ക് വഴികാട്ടികളാകട്ടെ. സകല വിശുദ്ധരുടെയും ജീവിത മാതൃക വിശുദ്ധിയിലേക്ക് മഹത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ഈ വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ട് നിങ്ങളെ കർത്താവിന്റെ തന്റെ വിശുദ്ധിയുടെ പരിമളത്താൽ മഹത്വം അണിയിക്കട്ടെ. നിങ്ങളെല്ലാവരും വിശുദ്ധ അന്തോണീസ് വഴിയായി സ്വർഗീയ മഹത്വം അർഹരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഘടകങ്ങളുടെ സ്വസ്തി. അങ്ങയുടെ കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇന്നൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധനാമത്തോനീസേ മുത്തിത്തായം നീ മുത്തി പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു സ്നേഹത്താം പെട്ടെന്നെ ഭാഗ്യസ്ഥ സഹായമേകണേ. വിശുദ്ധനാമത്തോനീസേ മുത്തിത്തായം നീ മുത്തി പ്രാർത്ഥിക്കൂ ഞങ്ങൾ. തൃപ്പാദത്തിൽ വത്സിരം നിത്യവും നൊവേന ചൊല്ലിനാഴ്ചയുന്നു. തൃത്തടത്തിൽ നൊമ്പരം തൃപ്പാദത്തിൽ വത്സിരം നിത്യവും നൊവേന ചൊല്ലിനാഴ്ചയുന്നു. ശക്തിയും വിശുദ്ധിയും വിളങ്ങിടും വിശുദ്ധനെ സത്യപാതയിൽ ചേർത്തിടേണമേ.
ശക്തിയും വിശുദ്ധിയും വിളങ്ങിടും വിശുദ്ധനെ സത്യപാതയിൽ ചേർത്തിടേണമേ. കർത്താവിന്റെ ദാസനെ വിശുദ്ധരാമോദിസെ മുട്ടിത്തായങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധരാമോദിസെ